അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഓരോ സമുദായത്തിലെയും നബിമാർ തങ്ങളുടെ പ്രബോധനത്തെ സംബന്ധിച്ച് തങ്ങളുടെ സമുദായം എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് ആ വിഷയത്തിൽ ഖിയാമത്ത് നാളിൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ സമുദായത്തിനും സാക്ഷിയായി വരും. ആ സാക്ഷ്യം തങ്ങൾക്ക് എതിരാകാതിരിക്കാൻ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് അള്ളാഹു ഉണർത്തുന്നു. ഈ വിഷയം മറ്റ് സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ദിവസം രക്ഷ കിട്ടുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സാക്ഷ്യം അനുകൂലമായിരിക്കാനുള്ള ഏക മാർഗം അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിക്കലാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിച്ച കാര്യം എന്ന് അടുത്ത വാക്യങ്ങളിൽ പറയുകയാണ്. ഖുർആൻ്റെ സവിശേഷതകളായി ഇവിടെ എടുത്തു കാട്ടിയത് 4 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ കാര്യത്തിനും വിവരണമാണ് അത്. അതായത് മനുഷ്യന് ഇഹപര വിജയങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിൽ വിവരിച്ചിരിക്കുന്നു. 2, ഹിദായത്താണ്, മാർഗദർശനമാണ് അത്. 3-ാമത്തെ കാര്യം റഹ്മത്താണ്, കാരുണ്യമാണ്. മനുഷ്യർ ദുർമാർഗത്തിലകപ്പെട്ട് ശിക്ഷക്ക് അർഹരായി തീരാതിരിക്കാനും അവർക്ക് മോക്ഷവും വിജയവും കൈവരിക്കാനും വേണ്ട അവരുടെ നേരെയുള്ള കാരുണ്യ നിമിത്തം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഒരു മഹാ അനുഗ്രഹമാണ് ഇത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. 4-ാമത്തേത് വബുശ്റാ ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് സന്തോഷ വാർത്തയുമാണ്. അപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷ വാർത്ത ആയിരിക്കില്ല, താക്കീത് മാത്രമായിരിക്കും എന്നുള്ളതും സ്വാഭാവികമാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.